ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലന്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇലന്തപ്പഴം ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ വല്ല ടേസ്റ്റ് ഇല്ലെങ്കിലും ഇലന്തപ്പഴത്തിൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ഇലന്തപ്പഴം അച്ചാർ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. വരൂ, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതാണ് ഇലന്തപ്പഴം. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, എല്ലാ കടകളിലും കാണാൻ പറ്റും. ഞാനൊരു 5 ഇലന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് നമ്മുടെ ആപ്പിളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരും, പക്ഷെ ഒരു ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും. നമുക്കിനി ഇത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അകത്ത് കുരുവുണ്ട്, അത് കളഞ്ഞ ശേഷം വേണം മുറിക്കാൻ. ഏകദേശം ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങൾ മതിയാകും. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷെ വീട്ടുകാർക്കൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അച്ചാറിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം കട്ട് ചെയ്തൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്കൊരു 10 മിനിറ്റ് മുതൽ ഒരു ദിവസം വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. സമയം കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഉപ്പെല്ലാം ഈ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് അച്ചാറിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ റെഡി ആയിക്കോളും. ഇതിനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇലന്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലോട്ടൊരു 3-4 വറ്റൽ മുളക് നെടുകെ മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയത് ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 1-2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെക്കണേ. പാചകം ചെയ്ത് ശീലമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാലും മതിയാകും. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇലന്തപ്പഴം ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ. മസാല ഈ അച്ചാറിൻ്റെ പീസസിലെല്ലാം നന്നായി പിടിച്ചെടുക്കണം. ഇപ്പോഴെല്ലാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഇലന്തപ്പഴം അച്ചാർ ഏകദേശം ഒരു 1/4 ഭാഗം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണിനടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാകത്തിന് വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇലന്തപ്പഴം അച്ചാർ റെഡി. ഇതുണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 1-2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്